ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് പ്രണയം തോന്നിയിട്ടുള്ള പോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് അവളോട് പ്രണയം തോന്നിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പെൺകുട്ടികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത്തരത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടിയോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം തന്നെ ആ ഒരു ആൺകുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നീ സിംഗിളാണോ അതോ കമ്മിറ്റഡ് ആണോ എന്നതാണ്. അതായത് ആ ഒരു ആൺകുട്ടി സിംഗിളാണ് എങ്കിൽ അവൾക്ക് ഉറപ്പിക്കാമല്ലോ, ഇനി അവനെ നന്നായിട്ട് നോക്കാം, അല്ലെങ്കിൽ അവനെ ഒന്ന് സെറ്റാക്കി എടുക്കാം എന്നുള്ളൊരു ചിന്ത അവളുടെ ഉള്ളിലേക്ക് വരും. മറിച്ച് അവൻ കമ്മിറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവൻ സിംഗിളാണോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ അന്വേഷിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടി ഒരാൺകുട്ടീനെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അവൻ്റെ പേരൻസിനോട് അവളുടെ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടോ എന്നതാണ്. പൊതുവെ ബോയ്സൊക്കെ അറിയാമല്ലോ, അവരവരുടെ മദറായിട്ട് കുറച്ച് അങ്ങോട്ട് ക്ലോസ് ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരവരുടെ മദറിനോട് ഷെയർ ചെയ്യുന്നവരുമാണ് ഒട്ടുമിക്ക ആൺകുട്ടികളും. ഇങ്ങനെ അവൻ അവളെ കുറിച്ചിട്ടൊക്കെ അവൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും അവളെ ഇഷ്ടമാണ് എന്ന്. അതേപോലെ തന്നെ അവൻ്റെ പേരൻസൊക്കെ അവളെക്കുറിച്ചിട്ട് എന്താണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നത്, ഇതൊക്കെ അറിയാനൊരു താല്പര്യം ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് അവൾ രണ്ടാമതായിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. നിൻ്റെ പേരൻസിനോട് എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ നീ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് പറഞ്ഞത് എന്നൊക്കെ. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് ഒരു പെൺകുട്ടി ഒരാൺകുട്ടീനെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ ചോദിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്നതാണ്. അതായത് ആ ഒരു ആൺകുട്ടിക്ക് കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കണം എന്നൊക്കെ. അവൻ്റെ ഒരു കൺസെപ്റ്റിനനുസരിച്ചാണോ അവൾ ഉള്ളത്, അതായത് അവളെ കാണാൻ വേണ്ടി നല്ലതാണോ, അവളെ ഇഷ്ടമാണോ, ഈ കാര്യങ്ങളൊക്കെ അവൾക്ക് അറിഞ്ഞേ പറ്റൂ. അതിനാണ് രാവിലെയൊക്കെ വന്നിട്ട് അവർ ചോദിക്കുക എന്നെ കാണാൻ വേണ്ടി എങ്ങനെയുണ്ട്. ഇപ്പം നിങ്ങൾ സപ്പോസ് പറയുകയാണ് ഈ ഹെയർ സ്റ്റൈൽ കൊള്ളില്ല, നീ ഈ ഹെയർ സ്റ്റൈൽ മാറ്റണം എന്ന് പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു പെൺകുട്ടി വരിക ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി അവൻ പറഞ്ഞ ഒരു രീതിക്കായിരിക്കും. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ആൺകുട്ടീനെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി നാലാമതായിട്ട് ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇത് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാൻ നടക്കുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നാലാമതായിട്ട് ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയോട് ചോദിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇതാണ്. നിനക്ക് നാച്ചുറൽ ആണോ അതോ മോഡേൺ ആയിട്ടുള്ള ഗേൾസിനെയാണോ ഇഷ്ടം? ചില ആൺകുട്ടികളുണ്ട്, അവർക്കിങ്ങനെ നാടൻ പെൺകുട്ടികളായിരിക്കും ഇഷ്ടം. എന്നാൽ ചിലർക്കാണെങ്കിൽ കുറച്ച് മോഡേൺ, അതായത് ഇപ്പോൾ കളറൊക്കെ ചെയ്ത മുടി, അങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്ത ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങനെയുള്ളവരെയായിരിക്കും ചിലർക്ക് ഇഷ്ടം. എന്നാൽ മറ്റു ചിലർക്ക് പഴയ, അതായത് ചുരുള മുടി, അതേപോലെ തന്നെ മുടിയൊക്കെ അഴിച്ചിട്ട് നടക്കുന്നവർ, ലിപ്സ്റ്റിക്കും അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത പെൺകുട്ടികൾ, ചിലർക്ക് അങ്ങനത്തെ കുറേ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ഏതാണ് അവനിഷ്ടം? ആ ഒരു ഇഷ്ടം അറിഞ്ഞിട്ട് വേണം അവൾക്ക് ആ ഒരു മാറ്റം അവളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ ഒരു പെൺകുട്ടി ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്. ഇനി അഞ്ചാമതായിട്ട് ഒരു പെൺകുട്ടി ഒരു പുരുഷനോട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നിനക്ക് ക്രഷ് അടിച്ച ഗേൾ ആരാണ്? അതായത് നിനക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ക്രഷ് അടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് പെൺകുട്ടിയാണെന്നാണ് അവൾക്ക് അറിയേണ്ടത്. അത് ആ ഒരു പെൺകുട്ടി, അതായത് ഈ ചോദ്യം ചോദിക്കുന്ന ഒരു പെൺകുട്ടി തന്നെ ആവണം എന്നാണ് അവളുടെ ഉള്ളിൽ. ആ ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം അവൾ നിങ്ങളോട് ചോദിക്കുന്നത്. ഇനി ആറാമതായിട്ട് ഒരു പെൺകുട്ടി ഒരു പുരുഷനോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നതാണ്. അതായത് പൊതുവെ ഗേൾസൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോടായിരിക്കും അത് ചോദിക്കുക. ഇനി അവൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നിങ്ങളോട് വന്ന് ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല,
നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ അവൾക്ക് അതും പറഞ്ഞിട്ടിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളോട് എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും ഇങ്ങനെ ഹെൽപ്പൊക്കെ ചോദിച്ച് വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളോടൊക്കെ ചോദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പെരുമാറുന്നുണ്ടോ? ഇതൊക്കെ എല്ലാവരും സ്വയം വിലയിരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.